വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം. സഹോദരരെ, ഞാൻ പ്രസംഗിച്ചതും നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ നിലകൊള്ളുന്നതുമായ സുവിശേഷത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനം നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിൽ ഈ സുവിശേഷത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടും. അല്ലാത്ത പക്ഷം നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമായിത്തീരും. ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഞാൻ സർവപ്രധാനമായി ഏൽപ്പിച്ചു തന്നു. എന്തെന്നാൽ വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയിർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം സഹോദരങ്ങൾക്ക് ഒരേ സമയം പ്രത്യക്ഷനായി. അവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ചിലർ മരിച്ചുപോയി. പിന്നീട് അവൻ യാക്കോബിനും അതുകഴിഞ്ഞ് എല്ലാ അപ്പസ്തോലന്മാർക്കും പ്രത്യക്ഷനായി. ഏറ്റവും അവസാനമായി അകാലജാതന് എന്ന പോലെ എനിക്കും അവൻ പ്രത്യക്ഷനായി. ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചതിനാൽ അപ്പസ്തോലനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. കാരണം അവരെല്ലാവരെയും കഠിനമായി ഞാൻ അധ്വാനിച്ചു. എങ്കിലും ഞാനല്ല, എന്നോടൊപ്പമുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഞാനാകട്ടെ അവരാകട്ടെ ഇങ്ങനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതും ഇങ്ങനെയാണ് നിങ്ങൾ വിശ്വസിച്ചതും. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവരുടെ ഉത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ ഉത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രഘോഷണവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ കപടസാക്ഷികളായി ഞങ്ങൾ കാണപ്പെടും. കാരണം ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തെപ്പറ്റി ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. എന്നാൽ വാസ്തവത്തിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും ദയനീയരത്രേ. ഇപ്പോഴാകട്ടെ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. എന്തെന്നാൽ ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതിനാൽ ഒരു മനുഷ്യൻ വഴി മരിച്ചവരുടെ ഉത്ഥാനവുമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരാകും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ച് ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അപ്പോൾ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നശിപ്പിച്ച് പിതാവായ ദൈവത്തിന് അവൻ രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവസാനമാകും. എല്ലാ ശത്രുക്കളെയും തൻ്റെ കാൽക്കീഴിലാക്കുവോളം അവൻ ഭരിക്കേണ്ടിയിരിക്കുന്നു. നശിപ്പിക്കപ്പെടേണ്ട അവസാന ശത്രു മരണമാണ്. സമസ്തവും അവന് അധീനമാക്കിയിരിക്കുന്നു. എല്ലാം അധീനമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടമാണ്. എന്നാൽ എല്ലാം അവന് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെ അധീനനാകും. ഇത് ദൈവം എല്ലാറ്റിലും എല്ലാം ആകേണ്ടതിനാണ്. ഉയിർപ്പില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം സ്വീകരിക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തിന് സ്നാനം സ്വീകരിക്കണം? ഓരോ നാഴികയും ഞങ്ങൾ എന്തിന് അപകടങ്ങൾ നേരിടണം? സഹോദരരെ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ എനിക്ക് നിങ്ങളെപ്രതിയുള്ള അഭിമാനത്താൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ദിവസം തോറും മരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമുണ്ടായി? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. കാരണം നാളെ നമ്മളും മരിക്കും. നിങ്ങൾ വഞ്ചിതരാകരുത്. ദുഷ്ടസംസർഗങ്ങൾ സദാചാരം ദുഷിപ്പിക്കും. നീതിബോധത്തോടെ സമചിത്തത പാലിക്കുക. പാപം ചെയ്യരുത്. ചിലർ ദൈവത്തെപ്പറ്റി അജ്ഞരാണ്. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്.
ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയിർപ്പിക്കപ്പെടുക? എങ്ങനെയുള്ള ശരീരത്തോടെ ആയിരിക്കും അവർ വരിക? വിഡ്ഢി, നീ വിതയ്ക്കുന്നത് അഴിയുന്നില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകാനിരിക്കുന്ന ഈ ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റെന്തെങ്കിലും ധാന്യത്തിൻ്റെയോ ഒരു മണി മാത്രം. ദൈവമാണ് തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നത്. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യരുടേതൊന്ന്, മൃഗങ്ങളുടേതൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. അതെ, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിൽ വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ ഉത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയിർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തിൽ ഉയിർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയിർപ്പിക്കപ്പെടുന്നു. ഭൗമിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയിർപ്പിക്കപ്പെടുന്നു. ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു, അവസാനത്തെ ആദം ജീവൻ നൽകുന്ന ആത്മാവും. ആദ്യമുണ്ടായത് ആത്മീയമായതല്ല, ഭൗമികമായതാണ്. പിന്നീട് ആത്മീയമായതുണ്ടായി. ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഭൗമികൻ, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന്. പൊടിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ പൊടിയിൽ നിന്നുള്ളവരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. പൊടിയിൽ നിന്നുള്ളവൻ്റെ സാദൃശ്യം നമ്മൾ ധരിച്ച പോലെ സ്വർഗീയൻ്റെ സാദൃശ്യവും നമ്മൾ ധരിക്കും. സഹോദരരെ, ഞാൻ പറയുന്നത് ഇതാണ്: മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല. നശ്വരമായത് അനശ്വരമായതിനെയും അവകാശപ്പെടുത്തുകയില്ല. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കയില്ല. നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഒറ്റ നിമിഷത്തിൽ, അവസാന കാഹളത്തിൽ, കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയിർത്തെഴുന്നേൽക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിക്കേണ്ടിയിരിക്കുന്നു. നശ്വരമായ ശരീരം അനശ്വരതയും മർത്യമായ ശരീരം അമർത്യതയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് സംഭവിക്കും. മരണമേ, നിന്റെ വിജയം എവിടെ? മരണമേ, നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിനു നന്ദി. അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിലുള്ള നിങ്ങളുടെ ശുശ്രൂഷ വ്യർത്ഥമല്ലെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ അധ്വാനത്തിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ.